ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നേന്ത്രപ്പഴവും ഡേറ്റ്സൊക്കെ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പി നോക്കാം. അതിനായി ആദ്യം നമുക്കതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കണം. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കാഷ്നട്ടും കിസ്മിസും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം ഒരു പകുതി നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അതിൻ്റെ കളറെല്ലാം ഇതുപോലെ ഒന്ന് ചേഞ്ചായി വരുന്നതിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റ് അതിലേക്ക് ഒരു 10 ഡേറ്റ്സ് കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് 2 നേന്ത്രപ്പഴം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും മധുരത്തിന് ആവശ്യമായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്തപ്പോൾ ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 3/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതുപോലൊരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിൻ്റെ അടിയിലായിട്ട് ഒരു പഴയ പാൻ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം അതിൻ്റെ മുകളിലായിട്ട് ഈ സോസ് പാൻ വെച്ച് കൊടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് പകുതി ആദ്യം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് സെറ്റായി വരാനായിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇതിൻ്റെ ലിഡിൽ ഹോൾ ഉണ്ടെങ്കിൽ ഒരു പേപ്പർ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒരു വശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ഡേറ്റ്സ് പോള